ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസിൽ രേണു സുധി ഒരു പെൺപുലിയായിരിക്കുമോ? കാരണം ഈ അടുത്ത കാലത്തായി ഇത്രയേറെ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന ഒരാളുണ്ടാവില്ല. രേണു സുധി നമുക്കെല്ലാവർക്കും സുപരിചിതയായ ആളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു താരമാണ്. ഈ അടുത്തായി നിറയെ സൈബർ അറ്റാക്ക് ഏൽക്കേണ്ടി വന്ന ആളും കൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിമിക്രി ആർട്ടിസ്റ്റായ കൊല്ലം സുധിയുടെ ഭാര്യയുമാണ്. റിതപ്പൻ, കിച്ചു എന്നു പേരുള്ള 2 മക്കളാണ് ഇവർക്ക്. കിച്ചു കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണ്. 2023 ജൂണിൽ ഒരു വാഹനാപകടത്തിലാണ് കൊല്ലം സുധി മരണപ്പെടുന്നത്. അതിനുശേഷം ജീവിതം വഴിമുട്ടിയപ്പോൾ അവർക്ക് അറിയാവുന്ന തൊഴിൽ അവർ ചെയ്യാൻ തീരുമാനിച്ചു. അഭിനയവും റീൽസുമായിട്ട് അവർ മുന്നോട്ടു പോകുന്നു. അതിന് അവർക്ക് ഏൽക്കേണ്ടി വന്ന വിമർശനങ്ങൾ ചില്ലറയൊന്നുമല്ല. ശരിക്കു പറഞ്ഞാൽ ഭർത്താവ് മരിച്ചതിന് ശേഷം കരഞ്ഞു തളർന്നിരിക്കാതെ അവർ അവരുടെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നു. അതിന് അവർക്കിഷ്ടപ്പെട്ട ഒരു മേഖല തിരഞ്ഞെടുത്തു. പക്ഷേ അതോടുകൂടി സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണം ചില്ലറയൊന്നുമല്ല സഹിക്കേണ്ടി വന്നത്. ഇത്രയധികം വേട്ടക്കാർ വേട്ടയാടാൻ ശ്രമിച്ചിട്ടും അമ്പേറ്റ് പിടഞ്ഞു വീഴാതെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രേണുവിന് ശരിക്കു പറഞ്ഞാൽ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം. നല്ല മനക്കരുത്തുള്ള ആളാണ് രേണു സുധി എന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് തന്നെ പോകുക. സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലായ കണ്ടന്റ് ക്രിയേറ്ററായ രേണു ബിഗ് ബോസിലേക്ക് കൺഫേംഡ് തന്നെയാണ്. രേണു സുധി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നാൽ ആ പരിപാടി കാണില്ല എന്ന് നിറയെ പേർ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെ പറയുന്നതാണ്. രേണു സുധി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നാൽ ആദ്യം കാണുന്നത് ഈ പറയുന്നവർ തന്നെ ആയിരിക്കും. രേണു സുധിയെ അനുകൂലിക്കുന്നവരും നിറയെ പേരുണ്ട്. രേണു സുധി ബിഗ് ബോസ് വീട്ടിൽ വരണമെന്ന് പറയുന്നവരും ഒട്ടേറെ പേരാണ്. ഒരു വലിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് രേണു തലവെച്ച് കൊടുത്തത്. അവിടെ എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കുട്ടിയുടെ അവസ്ഥയിലായിരുന്നിരിക്കാം രേണു. ശരിക്കു പറഞ്ഞാൽ അതുകൊണ്ട് സംഭവിച്ച കൊച്ചു താളപ്പിഴവുകൾ അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടാകാം. ആ കൊച്ചു താളപ്പിഴകൾ കാരണം തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ ആവശ്യത്തിലധികം വാങ്ങിക്കൂട്ടിയ ആളുകൂടിയാണ് രേണു സുധി. ഈ ബിഗ് ബോസ് വീട്ടിൽ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാവുന്ന അതിന് കഴിവുള്ള ആള് തന്നെയാണ് വരേണ്ടത്. നന്നായി പാടാൻ കഴിവുള്ള ഒരാൾ കൂടിയാണ് രേണു സുധി. ഏതായാലും ബിഗ് ബോസ് വീട്ടിൽ വന്നാൽ രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ചിലപ്പോൾ ഇപ്പോഴുള്ള നെഗറ്റീവ് കമൻറ്റിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവ് കമൻറ്റ് വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരു കാര്യമാണ്, കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ കൂടെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കൂട്ടുകാരോ കൂടെ പോകാം എന്നുള്ള ഒരു ഫാമിലി ടാസ്ക് മാതിരിയാണ്. ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ രേണു സുധിയുടെ കൂടെ പോകുന്നത് ആരായിരിക്കും? അത് നമ്മുടെ കിച്ചു ആണെങ്കിലോ അടിപൊളിയായിരിക്കില്ലേ? അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.